ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കയറിയാൽ എന്താണ് എന്നാണ് ചോദ്യം. ചിലത് പറയാനുണ്ട്. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള ഒന്നിനും ഷർട്ട് ഇടാറില്ല ഹേ. ഒരു ഹിന്ദുവിന്റെ ഷോഡശ സംസ്കാരങ്ങളിൽ ആദ്യത്തേതായ ഗർഭാധാനം എന്താണെന്ന് മനസ്സിലായല്ലോ. ആധാനം തനയസ്യ പുത്രോത്പാദനം. അതിന് ഷർട്ട് ഇടുന്ന പതിവില്ല. ഭാരതത്തിൽ അങ്ങനെയാണ്. വിദേശത്ത് അങ്ങനെയാകണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ വിഷയവുമല്ല. ഇനി അന്ത്യേഷ്ടിയെ പറ്റി ചിന്തിക്കാം. മനസ്സിലായില്ലേ? അത് തന്നെ, തെക്കോട്ടെടുക്കാൻ പരേതനെ മുണ്ടുടുപ്പിക്കും, മേൽവസ്ത്രമില്ല. ചില സമുദായക്കാർക്കിടയിൽ ചുവന്ന കച്ചകൂടി പുതപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. ചിതയ്ക്ക് തീ കൊളുത്തുന്നവൻ മകനും മേൽവസ്ത്രമണിയില്ല. താൻ പ്രത്യക്ഷ സാക്ഷിയല്ലാത്ത ആദ്യത്തെ ചടങ്ങിന് അച്ഛനും ജീവസാക്ഷിയല്ലാത്ത അവസാന ചടങ്ങിന് മകനും ഇടയ്ക്കുള്ള സകലതിലും താനും മേൽവസ്ത്രം അണിയാറില്ല എന്ന് ചുരുക്കം. ഗർഭാധാനം എന്ന പദത്തിലെ ആധാനം എന്ന പദം ശ്രദ്ധിച്ചോ? യാഗത്തിന്റെ തുടക്കം അഗ്ന്യാധാനം എന്ന ക്രിയയിൽ നിന്നാണല്ലോ. അന്ത്യേഷ്ടി എന്ന പദത്തിലെ ഇഷ്ടി എന്ന പദവും യാഗസംബന്ധിയാണ്. പുത്രകാമ ഇഷ്ടിയാഗം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്ത് മനസ്സിലായി? തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം യാഗമാണ്, യജ്ഞമാണ്. 3 ഋണങ്ങൾ അഥവാ കടങ്ങളാണല്ലോ നമുക്ക് തീർക്കേണ്ടത്. മുജ്ജന്മ സുകൃതം കൊണ്ട് നേടിയ മനുഷ്യജന്മം പൂർവികമായ 3 ശക്തികളുടെ സംഭാവനയാണ്. അവരാണ് പ്രപഞ്ച സംവിധായകരായ ദേവന്മാരും ഭാഷയും മസ്തിഷ്കവും വികസിപ്പിച്ചെടുത്ത ഋഷികളും. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഗ്രഹം, സമ്പത്ത്, സ്വഭാവം, ആരോഗ്യം, സാമാന്യ ബുദ്ധി തുടങ്ങിയ ഗുണവിശേഷങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന പിതൃക്കളും ഈ 3 ദാതാക്കളോടും നമുക്ക് കടപ്പാടുണ്ട്. അതാണ് ഋഷിഋണം, ദേവഋണം, പിതൃഋണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ദേവഋണം തീർക്കാനാണ് സന്ധ്യാവന്ദനവും ഉപാസനയും ക്ഷേത്രദർശനവും ചെയ്യുന്നത്. ഋഷിഋണം തീർക്കാൻ നമുക്ക് ആർഷഗ്രന്ഥ സമുച്ചയ പഠനവും സന്യാസികളെ ശുശ്രൂഷിക്കലും സാധനകളും. പിതൃഋണം തീർക്കാനാണ് തർപ്പണവും ശ്രാദ്ധവും അതായത് പിതൃബലിയും അനുഷ്ഠിക്കുന്നത്. മേൽപ്പറഞ്ഞ 3 ഋണങ്ങൾ വീട്ടുന്ന എല്ലാ കർമ്മങ്ങളുടെ വേളയിലും പുരുഷന് മേൽവസ്ത്രം നിഷിദ്ധമാണ്. അത്ര തന്നെ. പാന്റും ഷൂസും ടൈയും കെട്ടി കർക്കിടക വാവിന് ബലിയിടുന്നതിൽ തെറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ ഷർട്ട് ഇട്ട് കയറാൻ അർഹനാണ്.